ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹലോ, വെൽക്കം ബാക്ക്. എന്തുണ്ട് വിശേഷം? അപ്പോൾ ഇന്നില്ലേ ഉച്ചയ്ക്കുള്ള പൊതിച്ചോറ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് റെസിപ്പീസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരുപാട് കറികളൊക്കെ 5-6 കറികളൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒന്നും ഞാൻ വീഡിയോസ് എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ വന്ന വീഡിയോസ് ഇങ്ങനെ എല്ലാ കറികളൊക്കെ ഉണ്ടാക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കുക്കിങ്ങൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഈ വീട്ടിൽ കുറേ പേരുണ്ട്. അപ്പോൾ എല്ലാവരുടെ കൂടെ അങ്ങനെ ഒന്നിച്ചിട്ട് നമുക്ക് വീഡിയോസ് ആക്കുന്ന ഒരു മടി തോന്നും. ആ മടി കാരണം പിന്നെ എൻ്റെ ഒരു ചമ്മൽ പോലെ ഉണ്ടാവും. അതുകൊണ്ട് ഞാനത്ര അങ്ങോട്ട് വീഡിയോസ് എടുക്കാറില്ല. പിന്നെ അങ്ങനെ ഒരുപാട് സബ്സ്ക്രൈബറും അങ്ങനെ ഒരുപാട് ഷെയറും ലൈക്കും അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരാളായത് കൊണ്ട് തന്നെ കുറച്ച് നമുക്ക് അത്ര അങ്ങോട്ട് സപ്പോർട്ട് ഉണ്ടാവില്ല. എന്തിനാണ് വെറുതെ എടുക്കുന്നത്, അങ്ങനത്തെ ഒരു വിചാരമൊക്കെ ഉള്ള ടൈമിൽ അങ്ങനെ എല്ലാവരുടെ മുന്നിൽ എനിക്ക് വീഡിയോസ് എടുക്കാനും പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ ഓരോ വീഡിയോസ് അങ്ങനെ ഞാൻ എടുത്തിട്ടില്ല. അവസാനത്തെ ആ ലാസ്റ്റ് ഭാഗമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ കറികളൊക്കെ സാധാരണ എല്ലാവർക്കും അറിയാം. അപ്പോൾ പിന്നെ ഞാൻ അതങ്ങനെ ഡീറ്റെയിൽ ആക്കിയിട്ടില്ല. പക്ഷേ ഈ പൊതിച്ചോറ് കെട്ടുന്ന ആ സീനില്ലേ, ഞാൻ പൊതിച്ചോറ് കഴിക്കുന്നതും ആദ്യമായിട്ടാണ് കേട്ടോ. പൊതിച്ചോറ് ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നതും ഇനി അതെല്ലാം പുറത്തുനിന്ന് കഴിക്കുന്നതും ഞാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ ഇത് ഞങ്ങൾ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള കറികൾ, അപ്പോൾ അവിയൽ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചത്. അപ്പോൾ അവിയൽക്ക് വേണ്ടത്ര എല്ലാ സാധനങ്ങളും ഇല്ലാത്തത് കൊണ്ട് ഉള്ളതിൽ വെച്ചിട്ട് ഒരു തിക്കായിട്ടുള്ള കട്ടിക്കുള്ള സാമ്പാറാണ് ആക്കിയിട്ടുള്ളത്. പിന്നെ ചമ്മന്തി, അത് ഫസ്റ്റ് ക്ലാസ് ആയിട്ടുണ്ട്. അത് വറ്റൽമുളകും വെളുത്തുള്ളിയുടെ ചമ്മന്തിയാണ്. പിന്നെ ഇത് മഷ്റൂമിൻ്റെ കറിയാണ്. പിന്നെ ഇത് പയർ വറവാണ് കേട്ടോ, പയർ കറിയാണ്. അപ്പോൾ അതും നല്ല ഫസ്റ്റ് ക്ലാസ് ആയിട്ടുണ്ട്. പിന്നെ ബീട്രൂട്ടാണ് ആക്കിയിട്ടുള്ളത്. അത് ബീട്രൂട്ട് തോരന്, അങ്ങനെ അതും എല്ലാം ഡ്രൈ ആണ് കേട്ടോ. അങ്ങനെ അതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതും കുറച്ച് വിളമ്പി കൊടുക്കുക. പിന്നെ ഇങ്ങനെ പൊതിച്ചോറ് ഉണ്ടാക്കുമ്പോൾ എനിക്ക് തോന്നി കുറേ കറികൾ ഇതിൽ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ ഇതാ മീൻ ഫ്രൈ ആണ്, അപ്പോൾ അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പിക്കിൾ വെക്കുന്നുണ്ട്. പിന്നെ ഓംലേറ്റ്, ഇപ്പോൾ ഓംലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ ഒരു രീതിയാണ് മീനും മുട്ടയും അങ്ങനെ ഒന്നിച്ച് കഴിക്കാൻ പാടില്ല എന്നിട്ട്. അപ്പോൾ മീൻ വെച്ച് കൊടുത്തവർക്ക് ഓംലേറ്റ് വെച്ചിട്ടില്ല, ഓംലേറ്റ് വെച്ചവർക്ക് മീൻ വെച്ചിട്ടില്ല. അങ്ങനെ പൊതിച്ചോറ് പാക്കാക്കാണ്. പിന്നെ ഇത് ഇവിടെ തന്നെ വാഴയില ഉണ്ടായിട്ടുള്ള വാഴയിലയാണ്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലുള്ള ഒരു കട്ടിക്കുള്ള എന്താ പറയുക, അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, അതിന് എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതും നമ്മൾ എടുക്കണമായിരുന്നു. പക്ഷേ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതല്ല, അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ പിടി അത്ര ഇല്ലാത്തത് കൊണ്ട് തന്നെ അതോട് നമ്മളിങ്ങനെ ചുരുട്ടി കെട്ടാൻ പോയി. അപ്പോൾ എല്ലാം ശരിയായിട്ടില്ല. ചില ഭാഗത്തൊക്കെ നമ്മൾ ചോറും അങ്ങോട്ട് പുറത്ത് വന്നിട്ടുണ്ട്. പക്ഷെ വീട്ടിൽ തന്നെ അല്ല, ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ആക്കിയതാണ്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ കിച്ചൻ്റെ ഹാള്. അപ്പോൾ ഇത് എല്ലാം വിളമ്പി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ഇലയിൽ തന്നെ ഇങ്ങനെ കഴിക്കേണ്ടതല്ല. പക്ഷേ ഇലയിൽ വെച്ച് കൊടുത്താൽ കുട്ടികൾ എന്തായാലും അതിന് നിലത്തിടുമെന്ന് പേടിച്ചിട്ട് നമ്മളതിൻ്റെ അടിഭാഗത്തിൽ പ്ലേറ്റും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇലയിൽ കഴിച്ചതിനേക്കാളും എനിക്ക് തോന്നി പ്ലേറ്റിൽ തന്നെയാണ് നമ്മൾ കഴിച്ചതെന്ന്. കാരണം ആ റൗണ്ട് ഷേപ്പിൻ്റെ ഉള്ളിൽ തന്നെ ആ പ്ലേറ്റ് ഇല നിന്നപ്പോൾ ഇല്ലേ, നമുക്കത് ആ ഒരു ഇലയിൽ കഴിച്ച ഫീല് പോലും വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇത് നമ്മളിപ്പോൾ 8 പേരാണ് കേട്ടോ ഈ വീട്ടിലുള്ളത്, കുട്ടികളായിട്ട്. അങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ട് വിളമ്പി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് ടേബിളിൽ തന്നെ പോയിട്ട് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചത്, ഡൈനിങ് ടേബിളിൽ. അങ്ങനെ എന്താ 8 പേർക്കുള്ള 8 ചെയറിൽ നമ്മളിങ്ങനെ പ്ലേറ്റോട് കൂടി കൊണ്ടുപോയിട്ട് പൊതിച്ചോറ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുട്ടികളെല്ലാം കഴിക്കുമ്പോൾ ഇതിൽ ഒരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ, ഇപ്പം ചെറുതായിട്ടും വലുതായിട്ടുമുള്ള എല്ലാവർക്കും നമ്മളിങ്ങനെ ഒരുപാട് വെച്ച് കൊടുത്തതല്ലേ. മണിയാണെങ്കിൽ 2 ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇത് പൊതിച്ചോറ് കെട്ടി വെച്ചപ്പോൾ അങ്ങനെ ഒരു 10-15 മിനിറ്റ് മാത്രമേ ഇത് വെച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇങ്ങനെ പൊതിച്ചോറാക്കിയിട്ട് കുറേ നേരമൊന്നും വെച്ച് കൊടുത്തിട്ടില്ല. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പൊതിച്ചോറ് ആസ്വദിച്ച് കഴിക്കുന്നവർക്ക് നമ്മുടെ ഇങ്ങോട്ടൊക്കെ ഇതിന് ബാഡൂട്ടാന്നാണ് കേട്ടോ പറയുന്നത്. പൊതിച്ചോറിന് ഇപ്പോൾ കേരളീയൻസ് മലയാളീസാണല്ലോ പൊതിച്ചോറ് എന്ന് പറയുന്നത്. നമ്മൾ കർണാടകത്തിൽ കന്നഡയാണ്. അപ്പോൾ അങ്ങോട്ട് ബാഡൂട്ട എന്നാണ് കേട്ടോ ഇതിന് പറയുന്നത്. അങ്ങനെ അങ്ങനെ ടേബിളിൽ വെച്ച് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് കിച്ചണൊന്ന് ക്ലീൻ ആക്കിയിട്ട് വരണം. ആ സമയം വരെയെങ്കിലും കുറച്ച് റെസ്റ്റ് കൊടുക്കുക ചോറിന്. കെട്ടി വെച്ചതിന് വേണ്ടിയിട്ടെങ്കിലും കുറച്ച് സമയമൊന്ന് ആ ഇലയിൽ അങ്ങനെ കിടന്നോട്ടെ എന്ന്. പക്ഷെ 2 മണിയൊക്കെ കഴിഞ്ഞിട്ടായി പിന്നെ ബാപ്പാക്കൊക്കെ നല്ല വിശപ്പ് തുടങ്ങും. ബാപ്പയാണെങ്കിൽ വേഗം ചോറൊക്കെ കഴിക്കുന്ന ആൾക്കാരാണ്. പിന്നെ കുട്ടികളാണെങ്കിൽ അവർക്ക് ഇന്ന് മൊത്തത്തിൽ അങ്ങ്
ഫുൾ ഡേ ചോറ് കൊടുക്കാതിരുന്നെങ്കിൽ ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇങ്ങനെ വലിയവർ കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നിർബന്ധിച്ചിട്ടെങ്കിലും അവിടെ കൂടെ ഇരുത്തിയിട്ട് കഴിക്കാനും പറ്റും, കഴിപ്പിക്കാനും പറ്റും. അങ്ങനെ തന്നെയാണ് കുട്ടികളും. ബാബ വന്നതിൽ പിന്നെ ബാക്കിയുള്ളവരെയും വിളിച്ചു. അങ്ങനെ കുട്ടികളെ വിളിച്ചു. കുട്ടികൾ വന്നപ്പോൾ ഒരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ ഏത് പ്ലേറ്റ് ആർക്കാ വിളമ്പി കൊടുത്തതെന്നിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പ്ലേറ്റ് എടുത്ത് നോക്കിയിട്ട് അതിൽ കുറച്ച് ചോറാണോ കുറച്ച് കറിയാണോ ഇട്ടത്, മീൻ വേണ്ടാത്ത ആൾക്കാർ ആറ്, പിന്നെ ഓംലേറ്റ് ആർക്കാ വേണ്ടാത്തത്, അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഓരോരുത്തരുടെ പ്ലേറ്റ് നേർത്തിട്ട് ഇങ്ങനെ നോക്കിയിട്ടാണ് കേട്ടോ ഓരോരുത്തർക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മീൻ വെച്ച് കാണുമ്പോൾ ചിലർ പറയും മുട്ട ആംലെറ്റ് മതി, എനിക്ക് മീൻ വേണ്ടതെന്ന്. അപ്പോൾ മുട്ട കൊടുത്തവർ പറയും മീൻ മതിയെന്ന്. അങ്ങനെയൊക്കെ ആയിട്ട് അന്നത്തെ നാളങ്ങനെ കഴിഞ്ഞു കൂടിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും അവരവരുടെ പ്ലേറ്റ് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അവസാനം ഞാനെടുത്ത് എൻ്റെ പ്ലേറ്റ്. അപ്പോൾ എൻ്റെ പ്ലേറ്റിൻ്റെ വ്യൂസും കൂടി നിങ്ങൾക്ക് കാണിച്ചിട്ട് ഞാനിവിടെ വൈൻഡപ്പ് ആക്കാം. അപ്പോൾ ഇങ്ങനെ പ്ലേറ്റിൽ വെച്ചിട്ട് ഞാനിങ്ങനെ മടക്കി വെച്ചതിന് അടിഭാഗത്തായിരുന്നു വെച്ച് കൊടുത്തത്. അപ്പോൾ അതിങ്ങനെ പിന്നെ ആ ഇലയാണെങ്കിലും കുറച്ച് കീറിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇതിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ മറിച്ചിടാൻ പറ്റില്ല, കാരണം ചോറൊക്കെ ആ പ്ലേറ്റിലായിപ്പോവും. അതുകൊണ്ട് തന്നെ വേറൊരു പ്ലേറ്റ് വെച്ചിട്ട് അതിങ്ങനെ കമഴ്ത്തി കൊടുത്തിട്ട് അങ്ങനെ ഒരുപാട് ജോലികളൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ ഇതിനെ തുറക്കാൻ പോകുന്നത്. അങ്ങനെ ഞാൻ ചോറ് എടുത്തിട്ടുണ്ട്. ഇവിടെ എൻ്റെ പ്ലേറ്റാണ് കേട്ടോ ഇത്. ബാക്കിയുള്ളവരുടെ പ്ലേറ്റിൽ ഇത്ര എല്ലാ കറികളും ഇട്ടിട്ടില്ല, പക്ഷെ ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ കറികളും ഇതിലിട്ടിട്ടുണ്ട്. എനിക്ക് തോന്നി ഇത്രയും കറികൾ വിളമ്പണ്ടായിരുന്നു എന്നില്ലിട്ട്, കാരണം ചോറിനേക്കാളും അധികം കറിയായിപ്പോയാൽ നമുക്ക് കഴിക്കാനും പറ്റില്ല. അങ്ങനെ ഞാൻ മീൻ എടുത്തിട്ട് സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ബീട്രൂട്ട് തോരനുണ്ട്, പയർ തോരനുണ്ട്, സാമ്പാർ തിക്ക അവിയൽ പോലത്തെ സാമ്പാറുണ്ട്, ചമ്മന്തി ഉണ്ട്, മഷ്റൂം കറിയുണ്ട്, പിക്കിളുണ്ട്. അപ്പോൾ ഇത്രയും കറിയിൽ ഇത്ര ചോറ് കഴിക്കാൻ കുറച്ച് കറികൾ കുറച്ച് കൂടിപ്പോയി എന്ന് തോന്നി. പക്ഷേ കറികൾ മാത്രമാണെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു കഴിക്കാനും. മീൻ ഫ്രൈയും എല്ലാം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ആദ്യത്തെ ചോറെടുത്തിട്ട് ഇങ്ങനെ കഴിക്കാൻ പോവുക. കുട്ടികൾക്കൊക്കെ ചോറ് കൊടുക്കുക എന്ന് പറയുന്നില്ലേ, അതുപോലെയായിരുന്നു കേട്ടോ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കാനും ലൈക്ക് ആക്കാനും മറക്കല്ലേ. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്. ഇനിയിപ്പോൾ ചോറ് മൊത്തത്തിൽ അങ്ങ് കഴിക്കാൻ പോവാം. ടേക്ക് കെയർ, ബൈ.